പച്ച വർഗീയത പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ ശ്രമം, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് മതപരമായ രീതിയിൽ സപ്പോർട്ട് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഗൂഢശ്രമമാണിത്. ഹലോ ഗായ്സ്, ഇപ്പം കേരളത്തിന് മൊത്തമുള്ള ഒരു ആദി എന്ന് പറയുന്നത് സമാധിയാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ സമാധിയെ പറ്റി എനിക്ക് വലിയ ധാരണ വന്നത്. ഇങ്ങനെ ഇവർ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്കൊരു ധാരണ വന്നത്. ഇങ്ങനെ ഒരാള് വയ്യാതിരിക്കുന്നു, ഷുഗറാണ്, BP ആണ്, പുള്ളി ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നു, എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നു. അതിന്റെ മണ്ടയ്ക്ക് സിമെന്റ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതാണ് സമാധി എന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് പിടികിട്ടിയത്. ഇത്രയും നാള് എന്റെ സമാധിയെ പറ്റിയുള്ള ധാരണ തെറ്റാണെന്നുള്ളതായിരുന്നു. നെയ്യാറ്റിങ്കര ഗോപൻ എന്ന മനുഷ്യൻ, സ്വാമി എന്നാണ് പറയുന്നത്, പുള്ളി സമാധിയായി എന്നാണ് പറയുന്നത്. പക്ഷെ നാട്ടുകാർ കേസ് കൊടുത്തപ്പോൾ എന്തായി, പോലീസ് വരുമ്പോൾ അത് തുറക്കാൻ സമ്മതിക്കുന്നില്ല. ബലമായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കളക്ടറുടെ ഉപദേശം തേടുന്നു. കളക്ടറുടെ ഉപദേശപ്രകാരം അത് പൊളിക്കാൻ നോക്കുന്നു. നാട്ടുകാർ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്ന് ആര് പറഞ്ഞു? മരിച്ചെന്ന്? അത് ഇങ്ങോട്ട് വരണം. മരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ. മരിച്ചെന്നോ? സമാധി അവിടെ കൊണ്ടുപോയി പുള്ളിയെ സമാധി വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. പുള്ളി ആരും കണ്ടിട്ടില്ല, ഈ സമാധി ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷെ സമാധിയാണ്. ആരും ചോദിക്കരുത്. ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദിക്കുക എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുടുംബം മൊത്തം സമാധിയാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം എന്താണ് ബാക്കി ഇവർക്ക് പറയാനുള്ളത്? അത് ഇങ്ങോട്ട് വരണം. പറഞ്ഞുകൊണ്ടിരുന്നു, മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം, എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം. നമുക്ക് ഒരു കാര്യം ചെയ്യണം. കേരള ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി അങ്ങോട്ട് അയക്കുക. അവർക്ക് പറയാൻ വയ്യ, അവര് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ അല്ല എഴുതിട്ട്. അതെങ്ങനെയുണ്ട്? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം, ആൻസർ അല്ലാതെ ചുമ്മാ ചോദിച്ചാണ് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ തന്നാലേ പറയാൻ പറ്റും. സഹകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ കുറെ സമാധി ഉണ്ടാവും. ഇട്ട് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ ഇതേപോലത്തെ പല പല കേസുകൾ വരും. ദൃശ്യം മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ സമാധി മോഡൽ. നമ്മുടെ ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, നരബലി. അതിനുശേഷം നരബലി കേസുകൾ വേറെ നമ്മൾ 2-3 കണ്ടു. അതുപോലെ ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 30 ലക്ഷത്തിനടുത്ത് ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും യൂപ്പിലോട്ട് കണ്ണു നട്ടിരിക്കുന്നവരെ, അവരൊക്കെ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു അഭിമാനം എന്ന് പറയുന്നത്, കോളറൊക്കെ തൂക്കി നടക്കാൻ പറ്റിയ കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു കേസാണ്. ഒക്കെ നാഷണൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ സ്ഥിതി ആലോചിച്ചു. കേരളത്തിലെ ലിറ്ററസി റേറ്റിൽ 100% ആളുകൾ വെറും പൊട്ടന്മാരാണെന്നുള്ള കാര്യം സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരുടെ സംശയം നാട്ടുകാരെ ഇനി കൊണ്ടുവരണം. ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി. അഭിനയിച്ച പടത്തിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് നെയ്യാറ്റിങ്കര. അപ്പം ആ പേരിനി ആ പടത്തിൽ കൂടെ അറിയപ്പെടത്തില്ല, അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേരിൽ അറിയപ്പെടത്തില്ല. ഈ പുള്ളിയുടെ പേരിലായിരിക്കും ഇനി അറിയാൻ പോകുന്നതെന്നാണ് ഈ ഒരു രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. സത്യമാണ്. നടന്നു പോയി. റിപ്പോർട്ടർ വില്ലനാണ് കേട്ടോ. നടന്നു പോയാണ് ചെയ്തത്. വീണ്ടും ചോദിക്കും. അതിന് പിന്നെ ഒരു കാരണമുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ചെറുക്കം പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും? അതൊക്കെ കൊണ്ടാണ് നാട്ടുകാർക്ക് ഈ രാത്രി കാലം പുള്ളി വയ്യാതെ കിടപ്പിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പം അവര് പറയുന്നത് നടന്ന് ചെന്ന്. അപ്പൊ ഈ റിപ്പോർട്ടർ വേന്ദ്രൻ പുള്ളി നടന്നാണോ വീണ്ടും ചോദിക്കുന്നത്. ഇപ്പൊ അതിന് പിന്നിലുള്ള കാര്യം മനസ്സിലായി. ഇതിലാകെ മൊത്തം ദുരൂഹതയാണ്. പലരും പലതാണ് പറയുന്നത്. അനിയൻ പറയുന്നതും ചേട്ടൻ പറയുന്നതും അമ്മ പറയുന്നതും
നാട്ടുകാർ പറയുന്നത് വേറെ. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹതയോടെ ദുരൂഹത. അപ്പം ബാക്കി എന്താണ് നമ്മുടെ ഗോവൻ ചേട്ടന്റെ വൈഫ് പറയുന്നത്? കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് ഞങ്ങൾ നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്ന് പതിവാണ് ഈ അവർ പറയുന്നത് കേട്ടിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് മയക്കം തീർക്കാൻ വേണ്ടി പോയവരാണ് പറയുന്നത്. പോറ്റിയായിട്ടുള്ള പുള്ളി പറയുന്നുണ്ട് പുള്ളി BP-യുടെയും ഷുഗറിന്റെയും ഒക്കെ ടാബ്ലറ്റ് എടുത്തിട്ടാണ് പോയത്. അപ്പം ഈ സമാധി ഇരിക്കാൻ പോകുന്ന പുള്ളി ഈ BP ഷുഗറിന്റെയും ടാബ്ലറ്റ് ഒക്കെ എന്തിനാണ് എടുക്കുന്നത്? ഇനിയും ചിലപ്പം അതൊക്കെ കഴിച്ച് ടാബ്ലറ്റ് കഴിച്ചിട്ട് പുള്ളി അവിടെ പോയി വിശ്രമിക്കാൻ ഇരുന്നതായിരിക്കും. അതിപ്പോ സമാധി പുള്ളി അവിടെ ഉണ്ടോ അതോ വല്ല വാനിഷ് വല്ലതും ആയിപ്പോയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി അത് പുള്ളിയുടെ തന്നെ സമാധിയാണോ എന്താ സംഭവം? ആകെ ഒരു ദുരൂഹതയാണ്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം ഇപ്പോൾ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കയറി വന്നിട്ടുള്ളത്. പറയണമെന്നത് മനസ്സിലാക്കുക. കാര്യം ഹിന്ദു പച്ച വർഗീയത പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ ശ്രമം, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് മതപരമായ രീതിയിൽ സപ്പോർട്ട് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഗൂഢശ്രമമാണിത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയെ അങ്ങനെ അവിടെ കൊണ്ടുപോയി സമാധി ചെയ്തിട്ടുണ്ടെങ്കിൽ, സമാധി നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് മരിച്ച പുള്ളി എന്തി അവിടെ ഉണ്ടോ ആരും അറിയുന്നില്ല. ഒരു പോസ്റ്റർ മാത്രം അടിച്ചിട്ട് പുള്ളിയെ സമാധി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാട്ടുകാരാണ് സമ്മതിക്കുന്നത്? നാട്ടുകാർ തന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും കൂടാണ് വരുന്നത്. അല്ലാതെ ഒരു മുസ്ലിം സമുദായം മാത്രമല്ല. ഈ മുസ്ലിം സമുദായത്തിനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വർഗീയത അല്ലെങ്കിൽ മതപരമായ ധ്രുവീകരണം നടത്തി അതിൽ നിന്ന് ലാഭം എടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. കേരളത്തിനെ പരമോന്നതിയിൽ എത്തിക്കുന്ന പല പല കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താ പറയേണ്ടത്? ഇതിനു മുമ്പ് അമ്മ പ്രതികരിച്ചത് നമ്മൾ, അല്ലെങ്കിൽ ഗോവൻ ചേട്ടൻ്റെ ഭാര്യ പ്രതികരിച്ചത് നമ്മൾ കുറച്ച് കേട്ടിരുന്നു. അതിൻ്റെ ബാക്കിയൊന്ന് കേട്ട് നോക്കാം എന്താ പറയുന്നത്. ഞാൻ കണ്ടില്ല, ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം. അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ. ഇവർ പറയുന്ന കഥ, എല്ലാവരും കഥ പറയുന്നുണ്ട്, പക്ഷേ പറയുന്ന കഥ ഓരോന്നും ഓരോ കഥയാണ്. എല്ലാവരും തമ്മിലൊരു അലൈൻമെൻ്റ് ഇല്ല. ചിലപ്പോൾ ഇവർക്ക് പോലീസും പെട്ടെന്നുള്ള കാര്യങ്ങൾ വന്നപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്താണെന്ന് അറിയത്തില്ല. ഓരോരുത്തർ ഓരോ കഥയാണ് പറയുന്നത്. അമ്മ പറയുന്നു ഞാനുള്ളപ്പോഴാണ് ജീവൻ പോയതെന്ന്, മകൻ പറയുന്നു ഞാനുള്ളപ്പോഴാണെന്ന്, മൂത്ത മകനെന്ന് പറയുന്നു, ഇളയ മകനെന്ന് പറയുന്നു. എല്ലാത്തിലും ഒരു അലൈൻമെൻ്റ് ഇല്ല. എന്തായാലും ബാക്കി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മോൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്, സമാധി ആയതാണമ്മ എന്ന്. ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല, കാലൊക്കെ എടുത്ത് ധ്യാനത്തിന്. എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. എങ്കിലും മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ നേരത്തെ മരണം ഉറപ്പിക്കാൻ? ഡോക്ടറൊന്നും കൺഫർമേഷൻ നൽകണ്ട, ഞങ്ങൾ കൺഫേം ചെയ്തു. ഞങ്ങളുടെ വെള്ളരിക്ക പഠനമാണല്ലോ. ഞങ്ങൾ തന്നെ സമാധിയും ചെയ്തു. സമാധി ചെയ്തതിന് ശേഷം നാട്ടുകാർക്ക് ഒരു പോസ്റ്റർ അടിച്ചു കൊടുത്തു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. ഈ കൊച്ചു കേരളത്തിലാണ് ഒരാളെ ഒരിടത്ത് കൊണ്ടുപോയി വെച്ച് സ്ഥാപിച്ചിട്ട് അത് സമാധിയാന്നൊക്കെ പറയുന്നത്. ഇത് UP-യിലും അവിടെയും നോർത്തിലോ നടക്കുന്ന കാര്യമല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ്. ഇത്രയും പരമോന്നതിയും ഇതുമൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ, ലിറ്ററസി റേറ്റിൽ 100% ഉള്ള നമ്മുടെ നാട്ടിൽ. ഇതൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേടാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഇതിനൊക്കെ. എങ്ങനെ നേരത്തെ മരണം ഉറപ്പിക്കാൻ? അതെങ്ങനെ? ഞങ്ങൾ 8-9 മണിക്കൂർ അവിടെ 8-9 മണിക്കൂർ എന്ത് ചെയ്തു? അതിൻ്റെ വീഡിയോ ഉണ്ടോ? നിങ്ങൾ അതാണ് പവിത്രമാണെന്നൊക്കെ പറയുന്നത്, അതിൻ്റെ വീഡിയോ ഉണ്ടോ? നിങ്ങളെടുത്ത് സൂക്ഷിക്കണ്ടായിരുന്നു. ഇതിൽ ഇത്രയും ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്രയും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വീഡിയോയിൽ എടുത്ത് വെച്ചേ. ഇപ്പം അതേപോലെ തന്ന ജീവനാണ് ഞങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ റേറ്റിംഗ് കൂടാനാണ് ഞങ്ങൾ നോക്കണത്. ഈ ജനങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ ചേട്ടാ. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ജനങ്ങൾ പറയുന്ന അല്ലല്ലോ കേൾക്കുന്നത്. നിങ്ങളുടെ റേറ്റിംഗ് കൂടാണ് ഞാനും നോക്കുന്നത്. അപ്പോൾ റേറ്റിംഗ് കൂടാനാണോ ഈ പരിപാടികളെല്ലാം ചെയ്തത്? പുള്ളി എന്ത് വിരോധാഭാസമാണെന്ന് നോക്കിക്കോണേ പുള്ളി. അപ്പോൾ റിപ്പോർട്ടേഴ്സൊക്കെ പുള്ളിക്ക് ഒരു നന്ദി പറയണം. നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പുള്ളി കിടന്ന് കഠിന പ്രയത്നമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ.
ഇത് ഞാൻ മീഡിയ ചാനലിൽ കൂടെ കണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മാത്രം പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിന് ട്രസ്റ്റിന് കൊടുക്കാത്ത അങ്ങള് ചേട്ടാ. അപ്പം ജനങ്ങൾ പറയുന്നൊന്നും കേൾക്കരുത്. ഞങ്ങൾ 3-4 പേര് പറയുന്നത് മാത്രം കേൾക്കണോ, നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ അതൊന്നും ഇളക്കി പറിച്ച് നോക്കുകയൊന്നും ചെയ്യരുത് എന്ന്. ആ വസ്തു ഇപ്പൊ മാറ്റിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമാണ് ഇപ്പൊ മാറ്റിട്ടുള്ളത്. ഇപ്പൊ അവർക്ക് വസ്തു വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഞങ്ങളെ ശത്രുക്കളാണ്. പിന്നെ വീണ്ടും പച്ച വർഗീയത പറയുകയാണ്. വർഗീയത പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ അതൊന്നും നടക്കത്തില്ല. മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അത് വെറും വിഫലമായി പോവുകയുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ മതിലാണ് ഇനി നിങ്ങൾ നിൽക്കുന്ന സ്ഥലം. അപ്പം ഈ റോഡ് അവരെ വീട്ടിലേക്ക് അവർക്ക് പിന്നെ ഇത് കൊടുക്കണം. ഇത് റിപ്പോർട്ട് ഫുള്ളാക്കേണ്ടതാണ്. ഈ നമ്മുടെ ഗോപൻ ചേട്ടൻ്റെ വൈഫിൻ്റെ ഒരു ആത്മാർത്ഥത ഈ റിപ്പോർട്ട് ഫുള്ളാക്കേണ്ടതാണ്. പുള്ളി ഒരു റിപ്പോർട്ടറായിട്ട് തന്നെ അങ്ങ് മാറിയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കേട്ടിരിക്കാൻ വൈകിടി. മൊത്തം വർഗീയപരമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം, മാനുഷിക പരിഗണന, മതപരമായ കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം വെറും വിഫലമായി പോവുകയുള്ളൂ എന്നേ എനിക്കിതിൽ പറയാനുള്ളൂ. നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ.